സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി. നീ വലിയ ആർട്ടിസ്റ്റാണെന്ന നിന്റെ വിചാരം. ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ. വയസ്സാം കാലത്ത് കുഴിയിൽ കാലും നീട്ടി ഇരിക്കണമെങ്കിൽ വല്ല ജപവും ജപിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ അമ്മച്ചി. കേട്ടാ ഇത് ഒരുമാതിരി കണക്കൊണാണ്. വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടും വിളിച്ച് പറഞ്ഞുകൊണ്ട് കണ്ട സകലമാന അപരാധനങ്ങളും കാട്ടിക്കൂട്ടി അങ്ങനെ അങ്ങ് ഇരിക്കും. എന്തോന്ന് ജീവിതം ഇതൊക്കെ. സത്യഭാമ കൊലാമണ്ഡലം സത്യഭാമ. അമ്മച്ചിയുടെ വിചാരം അമ്മച്ചി ഇപ്പോഴും മധുര 17 നയൻതാര എന്നാണ്. ആ ലെവലിലാണ് അമ്മച്ചി ഇപ്പോഴും ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം ഇതൊക്കെ കാലന് പോലും വേണ്ടാണ്ട് ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നുണ്ടല്ലോ. കാലം അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് എവിടെയോ കയറി ഒളിച്ചിരിപ്പുണ്ട്. സത്യം അതാണ് സത്യഭാമ എന്നുള്ള പേരും കിട്ടിയത്. എന്തായാലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുമായം എന്ന് പറയുന്ന പരിപാടി അറിയല്ലോ. അതില് മണ്ടോദരി കഥാപാത്രം നമ്മുടെ സ്നേഹ ശ്രീകുമാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഈ സത്യഭാമ ഈ സ്നേഹ ശ്രീകുമാറിനെതിരെ ഭയങ്കരമായിട്ട് ഘോര വെട്ടിപ്രസംഗിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് സത്യം പറഞ്ഞാൽ പിരിവിട്ട് നിൽക്കുകയാണ്. അമ്മച്ചി ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഘോര കിടന്ന് വിളിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വിവരമില്ല, ബോധമില്ല, പൊക്കണമില്ല. അമ്മച്ചിയെ 10 ആൾ അറിഞ്ഞത് തന്നെ മറ്റേ കേസിലാണ്, RLV രാമകൃഷ്ണന്റെ കേസിൽ. ആ വ്യക്തിയെ അന്ന് നിറത്തിന്റെ പേരിൽ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അമ്മച്ചി അങ്ങോട്ട് ഇറങ്ങി തിരിച്ചായിരുന്നു. കറുപ്പന്മാര് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ലടേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മച്ചിയുടെ ഇത്. അമ്മച്ചി പിന്നെ എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ. അങ്ങനെ ആ ഒരു വിഷയത്തിലാണ് അമ്മച്ചി ക്ലിക്കാവുന്നത്. പിന്നെ അമ്മച്ചിയുടെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ ഒന്നും തള്ളക്കി വിളിക്കുക, അതിൽ നിന്ന് നാട്ടുകാർ തിരിച്ചു വിളിക്കുന്ന ഷെയർ മാഞ്ചിരിക്കുക. ഇതാണ് അമ്മച്ചിയുടെ പരിപാടി. അമ്മച്ചി കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്നുണ്ട്. ഏത് കലാമണ്ഡലമാണെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. ഇവരൊക്കെ ഏത് മണ്ഡലത്തിലാണ് പിടിച്ചിരുത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാ കുറ്റിയും പറിച്ചോണ്ട് വരുന്ന ഇടിയും മിന്നലും എല്ലാം പോകുന്നുണ്ട്. ഇതിനൊന്നും എടുത്തോണ്ട് പോകാൻ വയ്യ. എന്തായാലും അമ്മച്ചി വയസ്സാം കാലത്ത് ഇരുന്ന് കൊണയടിക്കുന്ന കൊണ കേട്ട് നോക്കാം. നമസ്തേ. ഞാന് കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാലോ. അറിയാം. അയ്യോ വിവാദങ്ങള് സ്വന്തമായിട്ട് വന്നിരുന്നും കൊണ്ട് തന്തയില്ലായ്മയെ വിളിച്ചു പറയും. അതായത് നിറത്തിന്റെ പേരിൽ ബോഡി ഷെയ്മിങ്, ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇരിക്കുന്നത് ഭൂലോക രംഭ എന്നാണ് വിചാരം. മറ്റുള്ളവനെ വന്നങ്ങ് കളിയാക്കി. ഈ 2 കാലിൽ മന്തുള്ളവനാണ് 1 കാലിൽ മന്തുള്ളവനെ കളിയാക്കുന്ന ആ പരിപാടിയില്ല. അതാണ് ഇവര്. ആ ഒരു സെറ്റപ്പാണിത്. ഇതൊക്കെ എവിടെന്നോ എന്തോ ദൈവത്തിനറിയാൻ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്ന സ്ഥലം അതിന് പോലും അറിഞ്ഞിട്ടുണ്ട്. ഏത് പഞ്ചായത്തട ഇതൊക്കെ ഇരിക്കുന്ന ഇരിപ്പ്. ഞാൻ കുറെ വിവാദത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. വിവാദം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തോ സത്യത്തിനും ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടിയതുപോലെ വായിത്തൊന്ന് കാട്ടപരാധം വിളിച്ചു പറഞ്ഞ് നാട്ടുകാരുടെ വായിരിക്കുന്ന തള്ളക്കിളിയും വാഞ്ചു കൂട്ടിയിട്ട് വിവാദത്തിലൊക്കെ ഞാൻ പെട്ടുപോയെന്ന്. നാണവും മാനവും വേണം മനുഷ്യന്മാരായ. ഉളുപ്പില്ലാണ്ട് ഇങ്ങനെയുണ്ട്. അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നൂലല്ലോ, കാരണം തന്തയില്ലായ്മയല്ലേ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. നാട്ടുകാർക്ക് മനസ്സിലായി എന്ത് ഓലത്തെ വിവാദമാണെന്ന്. ഇതൊക്കെ തന്നെയാണ് വിവാദം. ഈ RLV രാമകൃഷ്ണനെയൊക്കെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക, അതുപോലെ വേറെ ആരെയൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ആരൊക്കെ തിരിച്ച് തള്ളയ്ക്ക് വിളിയും കൊടുത്തിട്ടുണ്ടെന്നാണ്. എല്ലാം കൂടി വാങ്ങിച്ച് ചേറും കൂട്ടിയിരിക്കുന്നു. ഈ വയസ്സാകാലത്തെ ചില ആൾക്കാർക്ക് എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവം വരും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇരുന്നും കൊണ്ട് കുത്തുതിരിപ്പുണ്ടാക്കുക, അല്ലെങ്കിൽ കുഴുത്തുരുമ്പ് പറയുക, അസൂയ മൂത്ത് പിരിവെട്ടി ഇരുന്നു കൊണ്ട് വായി തോന്നുന്ന കോതയ്ക്ക് കാട്ട് വിളിച്ചു പറയുക. ഇങ്ങനത്തെയൊക്കെ കുറെ വൃത്തികെട്ട സ്വഭാവം വയസ്സാം കാലത്ത് ചില അമ്മച്ചിമാർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെട്ടൊരു സാധനമാണ് ഇതായിരിക്കുന്നത്. വംശനാശമൊന്നും സംഭവിച്ചിട്ടില്ല. അതാ ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണം ഇരിപ്പുണ്ട്. അതാണ് ഇത്. കണ്ടല്ലോ. ഇനി എല്ലാവരും ഓർത്ത് വെച്ചോണം. അതിന്റെ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും വരും. അത് ഞാൻ തന്നെ ഇതുപോലെ ലൈവില് വന്ന് പറയും. അമ്മച്ചി പറഞ്ഞതല്ലേ സത്യമായിരുന്നു. അതിന്റെ സത്യാവസ്ഥ ഒരു ദിവസം ഞാൻ തന്നെ ലൈവിൽ വന്നിരുന്ന് പറയുന്നു. ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നതാണോ എന്റെ പൊന്ന് പരട്ടക്കളവി നിങ്ങളുടെ സത്യം? പരട്ട തള്ളച്ചി നിങ്ങളുടെ സത്യം അതാണ്. ഒരാളെ ബോഡി ഷേമിങ് ചെയ്ത് വളരെയധികം ആക്ഷേപിക്കുന്നതാണോ നിങ്ങളുടെ സത്യസന്ധത? പരട്ടത്തള്ളേ, വിവരവും ബോധവും പൊക്കണോ ഇല്ലാത്ത വയസ്സാം കാലത്ത് കുഴിയിൽ കാലും നീട്ടിയിരിക്കണ വന്നിരുന്ന് പറയുന്ന അപരാധനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. വയസ്സിന് മൂപ്പൊന്നും നോക്കൂല. വായി തോന്നി ഞാനും വിളിച്ചു പറയും.
എന്തുവാ ബോഡി ഷേമിങ്ങും ചെയ്തും കൊണ്ട് ഇറങ്ങിയിരിക്കണം, എന്നിട്ട് അതിനെ ന്യായീകരിച്ച് മെഴുകാനായിട്ട് പരട്ടത്തള്ളച്ചി. കാലന് പോലും വേണ്ട. കാലൻ, വേറെ അറിയൂ നൗ. അപ്പൊ എനിക്ക് ആ പ്രശ്നം ഉണ്ടായ സമയത്തെ കുറേ പേര് എന്നെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇവരെ അനുകൂലിച്ചെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും നിങ്ങൾ അനുകൂലിക്കില്ല. ഏതൊരു മറ്റേ ഇന്ന് ജനിച്ച കൊച്ചിന്റെ അടുത്ത് ചോദിച്ചാൽ പോലും നിങ്ങൾ അനുകൂലിക്കില്ല. അമ്മാതിരി അപരാധത്തിനും തന്തല്ലായ്മയാണ് വിളിച്ച് പറയുന്നത്. അതിനേക്ക് അനുകൂലിക്കാൻ ആരെങ്കിലും ഉണ്ടാ? ഈ വീഡിയോ എടുത്ത് തരുന്നവൻ പോലും അനുകൂലിക്കില്ല. അവനെ വിളിച്ചെടുത്തെന്ന് ചോദിച്ചു നോക്കട്ടെ, നീ ഞാൻ പറയുന്നതൊക്കെ യോജിക്കുന്നുണ്ടോ? നമ്മ ഇല്ലെന്നേ പറയത്തുള്ളൂ. അതാണ് അവസ്ഥ. അനുകൂലിച്ചെന്ന് പ്രതികൂലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തള്ളയ്ക്ക് വിളിയുടെ പോരാ. കാരണം കാട്ടപരാധത്തിനാണ് വിളിച്ചു പറയുന്നത്. ഇപ്പൊ തന്നെ അതാ കണ്ടില്ലേ. അടുത്തത് ബോഡി ഷേമിങ് ചെയ്യാൻ വേണ്ടി മാത്രം വാ തുറക്കും. ഈ അണ്ണാക്കിന്ന് വരുന്ന നാക്കിന്ന് തുളുമ്പുന്നത് ബോഡി ഷേമിങ് ആണ്. എന്നാൽ അവരുടെ വിചാരം അവര് മറ്റേ ഭൂലോക രംഭയെന്ന്. ഞാൻ പറഞ്ഞ അടുത്ത് ബോഡി ഷേമിങ് ആയിപ്പോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കുറെ പേര് എനിക്ക് എന്നെ മാനസികമായി തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ കരിയറിനെ നശിപ്പിച്ചു അവര് എന്ന് തന്നെ ഞാൻ പറയും. ഈ കരിയർ ഇല്ലാത്തതിനൊക്കെ എന്ത് കരിയറിനെ നശിപ്പിക്കാനിരിക്കുന്നു? കരിയർ നശിപ്പിച്ചെന്ന് ഇമാതിരി പച്ച അപരാധം വിളിച്ച് പറയുന്നത് നിങ്ങനെയൊക്കെ പിടിച്ച് വെടിവെച്ചു കൊല്ലണം. സത്യം പറഞ്ഞാൽ നമ്മുടെ യുദ്ധം വരുന്ന സമയത്ത് ഇതിനെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തണം. കണ്ട, ഇതിനെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അമ്മരെറിയുന്ന ഒലപ്പടക്കമല്ല അമ്മ സാധനങ്ങൾ ഡുമ്മൊക്കെയും വെടിവെക്കുന്ന വെടികൊണ്ടൊക്കെ തിരിച്ചു പോകും. ആ അവസ്ഥയായിരിക്കും ഇതിനെയൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിയ സംഭവിക്കുന്നത്. അമ്മാതിരി പവറാണ്, അമ്മാതിരി പവർ. സത്യസന്ധത വന്നിരിക്കുന്നു. കലയിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിനെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാത്തിനും എൻ്റെ കൂട്ട് എൻ്റെ ദൈവങ്ങൾ തന്നെയാണ്. ഈശ്വരാധീനമുള്ളൊരു തൊഴിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നു. അതിനകത്തുള്ള പാട്ടുകളെല്ലാം നമ്മുടെ ഹൈന്ദവ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ പാട്ടുകളാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിൻ്റെ ഒരു ഈശ്വരാനുഗ്രഹത്താലാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത്. ഞാൻ തളർന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. എന്നെ ഒരാൾ പോലും എന്നെ സഹായിക്കാൻ എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ തൊഴിൽ സംബന്ധമായിട്ട്, ബന്ധുക്കളെയൊന്നും ഞാൻ പറയുന്നില്ല, ബന്ധുക്കളെപ്പോഴും എനിക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിക്കുള്ളൂ അല്ലേ. പക്ഷെ കലാലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സാധിക്കില്ല. എന്താ അറിയോ, മീഡിയക്കാർ വളയും. എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിന് നല്ല തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആരും അവരെൻ്റെ അടുത്ത് വരാമെന്ന് ഭയക്കും, ആ സംശയമൊന്നുമില്ല. ഞാനിപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാൻ മീഡിയക്കാരെ ശരിക്ക് കൊടുക്കുന്നുണ്ട്. എന്താ അറിയോ, എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഞാൻ പറയും, ആ സംശയമൊന്നുമില്ല. അതെ, പറയാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അപരാധത്തിനും തന്തില്ലായ്മയും വിളിച്ചു പറയും. അതാണ് നമ്മുടെ സത്യഭാമ ചേച്ചിയുടെ ഹൈലൈറ്റ്. ആ ഇരിക്കുന്ന കസേരയോടെ അങ്ങ് പാതാളത്തിലേക്ക് താന്നു പോയിരുന്നെങ്കിൽ ശല്യം തീർന്നു കിട്ടിയാണ്. ഉള്ള കാര്യം പറയാം, ഇതൊക്കെ ഭൂമിക്ക് ഭാരമാണ്. താന്നങ്ങ് പോയാൽ മതിയായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് വംശനാശം സംഭവിച്ച് വീണ്ടും അവിടെ കിടക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാലിന് പോലും വേണ്ടാതെ. കാലന്റെ ഒക്കെ അവസ്ഥ അങ്ങ് ആലോചിക്കണം. ഇതിനെയൊക്കെ എടുത്തോണ്ട് അങ്ങ് പോയാൽ കാലന്റെ അവസ്ഥ എന്തായിരിക്കും? കാലൻ ഇരിക്കെ പുറത്ത് കിട്ടുമോ? കാലം കറുപ്പെന്ന് പറഞ്ഞുകൊണ്ട് കാലിനെയും ബോഡി ഷെയിം ചെയ്യും. അതോടെ കാലാത്മഹത്യ. ഇതായിരിക്കും കാലന്റെ അവസ്ഥ. വാവ്, പതറ്റിക് സിറ്റുവേഷൻ. ചുമ്മാ അല്ല കാലം കൊണ്ടുപോകാത്തത്. കാലിന് പോലും വേണ്ട. കാലന്റെ ഒക്കെ അവസ്ഥകളൊന്ന് ആലോചിച്ചാൽ മതി. എടാ കറുത്ത കാല, നീയാണ് അതിനെ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കാലിനെ ബോഡി ഷെയിം ചെയ്യും. അതാണ് അമ്മച്ചിയുടെ ഹൈലൈറ്റ്. അമ്മച്ചിയൊക്കെ ഓരോ ടൈപ്പ് സാധനങ്ങളെ. അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എൻ്റെ അടുത്ത് ഇങ്ങനെ സമാധാനിപ്പിച്ച് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും കല പഠിച്ചിട്ടുള്ള ചിലരെന്നേ ഞാൻ പറയുള്ളൂ. ചിലർ എന്നെ ദ്രോഹിച്ചിട്ട് തന്നെ ഉണ്ട്. ദ്രോഹിച്ച ദേഹോപദ്രവമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മീഡിയയിൽ ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഓരോ പേജുകൾ അവരുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടാണോന്ന് അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഞാൻ ആ സമയത്ത് ഭയങ്കരമായ ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിശ്വസിക്കില്ല. സത്യമായുള്ള എന്റെ സ്ഥാനത്ത് നിങ്ങൾ ആയിരുന്നാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെ ടീച്ചർ ഇത് പിടിച്ചു നിന്നു എന്നുള്ളത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു ശക്തി എന്നിലുണ്ട്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നിലുള്ളുണ്ട്. ആ സാധനമാണ് അമ്മച്ചി ഇരുന്ന് പറയുന്നതെന്ന് തോന്നുന്നു. മനസ്സിലായോ? മറ്റേ കൊച്ചി ടി വിയിൽ പണ്ട് ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നിനുള്ളിലുണ്ട് ഈമാൻ. ആ ശക്തി വെച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്റെ പൊന്നമ്മച്ചി, നിങ്ങളെ വായിക്കാത്തെന്ന് വരുന്ന വെറും തീട്ട വർത്തമാനമാണ്. അതിന് സപ്പോർട്ട് ഏതെങ്കിലും മനുഷ്യന് സാധിക്കൂ? ഏതെങ്കിലും മനുഷ്യൻ അതിനെ സപ്പോർട്ട് ചെയ്യൂ? നിങ്ങളെയൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ?
നിങ്ങൾക്കൊക്കെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? നാഗച്ചേച്ചി പറഞ്ഞ പോലെ ഉളുപ്പുണ്ടോ, അന്തസ്സുണ്ടോ? ഈ ഓട്ടംനട വന്നത് ഇരുന്ന് വളവളാന്ന് വിടുവാണ്. വിടുന്ന വിടുത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ താണ്ടാ കോടതിയിൽ നിന്ന് തോന്നും. ആ ശ്രീകുമാറിന്റെ വൈഫാണ് സ്നേഹ ശ്രീകുമാർ. അവരെ കുറിച്ചൊക്കെ പറയണ കേൾക്കണം. എന്റെ പൊന്നിടാവേ, അമ്മച്ചിയെ കാലേ വാരി തറയടിച്ചിട്ട് ഭിത്തിയിൽ ഒടിച്ച് വയ്ക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ അപ്പോഴ് കലാമണ്ഡലത്തില് ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി, ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ്, നിയാസ് അസാധ്യ, അബൂബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരനാണ്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ അതിലെ 3-4 പേരുണ്ട്, എല്ലാവരുടെ പേരും എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി. ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം. ഈ അമ്മച്ചിയെക്കാളും എന്തുകൊണ്ടും സൂപ്പർ ലുക്കാണ് സ്നേഹയ്ക്കുള്ളത്. സ്നേഹ നോക്ക്, അമ്മച്ചിയെ നോക്ക്. സ്നേഹ എന്നാ ലുക്കാ. ഈ പറട്ട തള്ളച്ചിരിക്കുന്ന നോക്ക്. ബോഡി ഷെയ്മിങ് ആണെന്നാണെങ്കിൽ അങ്ങനെ തന്നെ. കാരണം ചില അപരാധം വിളിച്ച് പറയുന്നതിനൊക്കെ അങ്ങോട്ട് അപരാധത്തിൽ തന്നെ മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ചോദിക്കും, നീ അവർ തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ എന്ന്. കൊള്ളണമെങ്കിൽ അങ്ങനെ തന്നെ കൊട്ടുക്കണം. കൊള്ളേണ്ട രീതി തന്നെ കൊട്ടുക്കണം. അതുകൊണ്ട് ഞാൻ കൊട്ടുക്കും. ചില സമയത്തൊക്കെ ഞാൻ ആ ഒരു പോയിന്റിലോട്ട് ഞാൻ കയറി നിന്നടിക്കും. അത്രേ ഉള്ളൂ. അമ്മച്ചിയുടെ ഓരോ കുന്തളിപ്പുകള് സ്നേഹ പറയുന്നതാണ്. ഈ സ്നേഹ ഓട്ടംതുള്ളലും അതുപോലെ കഥകളി എങ്ങാണ്ടൊക്കെ ഈ കലാമണ്ഡലത്തിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയതാണ്. ഈ പരട്ട കിളവിയുടെ വിചാരം കിളവി മാത്രമാണ് കലാമണ്ഡലത്തിന്റെ ഉസ്താദെന്ന്. പണ്ട് മല്ലിക സുകുമാരൻ ഇവരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു പോയി. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒരു അവരായത്തനാണ് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഉടായ്പാണെന്നുള്ള കാര്യം പണ്ട് മല്ലിക സുകുമാരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനും എന്താ ഇത് ഭൂമിക്കൊക്കെ ഭാരമായിട്ട് ഇരിക്കുന്നത്? ഇവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മറ്റേ ചടുലമായിട്ടുള്ള മെഴിയഴകും ശരീരത്തിന്റെ ലാവണ്യം കണ്ടു കഴിഞ്ഞാൽ താൻ ഇപ്പോഴും അരയണമെന്നാണ് വിചാരം. പൊറട്ട മറ്റേ പെൻകിനെ പോലെ ഇരുന്നു കൊണ്ട് പറയുന്ന വർത്തമാനം ഊത്തേൻ തള്ളി, അല്ലാണ്ട് എന്നാ പറയാനാ. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. പിന്നെ നിങ്ങൾ സ്ത്രീ അല്ലേ? നിങ്ങൾ സ്ത്രീ അല്ലേ? സ്ത്രീ ആണ്ടല്ലേ സ്ത്രീ എന്ന് പറഞ്ഞ? ഓഹോ അവനാ അവളാ പുറിയത് ഇപ്പ പുറിയത് അപ്പ പുറിയല്ല ഇപ്പ പുറിയത്. സ്ത്രീ എന്ന് വിളിച്ചപ്പോ അവർക്ക് പുച്ഛം. സ്ത്രീ എന്നും പുരുഷനെന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കേണ്ടത്? അമ്മച്ചി ഇത്രയും വിളിച്ചത് തന്നെ വലിയ പുണ്യം എന്ന് പറഞ്ഞ് കൈയ്യട്ടിരിക്കാണ്ട് അമ്മച്ചിയുടെ വായിന്ന് വരുന്ന തീട്ട വർത്താനം കേട്ട് കഴിഞ്ഞാൽ കാലേ വാരി എടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കാൻ തോന്നും. ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവോ? എന്തു പറ്റി കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ? എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പോ? നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? അതെ, നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും, എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ കേട്ടാ. ഈ അമ്മച്ചിയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ സ്നേഹയാണെങ്കിലും ശ്രീകുമാറാണെങ്കിലും രണ്ടുപേരും കൂടെ അമ്മച്ചിക്കിട്ടൊരു കൊട്ടു കൊടുത്തായിരുന്നു. അതിന്റെ ഫ്രസ്ട്രേഷനാണ് തീർക്കുന്നത്. അമ്മച്ചിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അമ്മച്ചി ഇപ്പോഴും ചടുലമായിട്ട് നൃത്തം കളിക്കുന്ന പോലെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എണീക്കണമെങ്കിൽ 2 വാൾക്കറും 2 സ്റ്റിക്കും 2 സൈഡിലായിട്ട് വേണമെന്ന് തോന്നുന്നു. എങ്കിലും എല്ലാത്തിലും കൂടിയിട്ട് പിടിച്ച് എണീക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന അമ്മച്ചിയാണ് മറ്റുള്ളവരെ കളിയാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. പിന്നെ ഇവർക്കൊരു ഉറപ്പുണ്ട്, ആരും ദേഹത്ത് ഉപദ്രവിക്കത്തില്ലെന്ന്. കാരണം ഒരടിക്കില്ല, അതോടെ തീരും, അതോടെ കഥം. നീ ആരെ കൂടെയൊക്കെ ഞാൻ കളിക്കാം? ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അത് നീ ഓർത്തോ, മനസ്സിലായ? നീ നിന്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്, മനസ്സിലായ? നീ സ്ത്രീ എന്ന് വിളിക്കാനായിട്ട്. ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടി? നീ എന്നെ പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക, അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ. നീ പറഞ്ഞില്ല എന്റെ അടുത്ത് കളിക്കാനായിട്ട്. നീ ഒന്ന് കളിച്ചേ, നീ പഠിച്ചത്
എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴും അറിയണം നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത്. തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ്, അത് സത്യം സമ്മതിച്ചു. നീ അത് തുള്ളു. നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയില്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം? നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? നിനക്ക് ഇപ്പൊ കളി കാണണം. എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് കേട്ടാ. നീ പറഞ്ഞില്ല ആരോ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട്? നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത? എന്താ സംശയമുണ്ടോ നിനക്ക്? നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കും, ഞാൻ വന്ന് കളിക്കാം. അങ്ങനത്തെ സൈക്കോളജിക്കൽ മൂവ് ഇപ്പൊ പരിപാടിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. ഇനി സ്നേഹ എങ്ങനെയെങ്കിലും പിരിയേറ്റ് ചുരണ്ടി മാന്തി അവിടെ സ്റ്റേജ് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അമ്മച്ചിക്ക് അവിടെ പോയി കളിക്കാനുള്ള ഒരു തത്രപ്പാടാണ്. ഇവരെയൊന്നും വിളിക്കല്ലേ, എവിടെയെങ്കിലും വിളിക്ക് ഒടിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവസാനം വിളിച്ചോണ്ട് പോണവന്മാരെ തലയിലാവും. അതുകൊണ്ട് ദേവീത് നിന്നൊന്നും വിളിക്കരുത്. അമ്മച്ചിക്ക് പരിപാടിയൊന്നും ഇല്ലാണ്ട് ഇരുന്ന് കസേര ആടി ഇരിക്കുന്നതിൻ്റെ ഉള്ള ഒരു കുത്തി കിണ്ടലാണ്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശം മനസ്സിലായി കാണല്ലോ, അത് തന്നെ മനസ്സിലായി. നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ? നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. ശരിയാണോ? മറന്നാ നീ അതൊക്കെ? ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു വിചാരിച്ചാ? അതിനാടി ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ളത്. എന്താ അറിയാ, ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത്. ഞാൻ അങ്ങനെയാ. എനിക്കൊരു വ്യക്തിനെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ, അല്ലാതെ ഞാൻ പറയില്ല. നീ അതാണോ ചെയ്തേ? നീ എൻ്റെ ആ കേസിന്റെ സമയത്ത് നീ എനിക്ക് ഇട്ടങ്ങ് പൂശി. അപ്പൊ എനിക്കും ഈ പള്ളിയും കുരിശും കോടയും കൊട്ടും വാദ്യമൊക്കെ എന്റെ വീടിന്റെ നടയെ കൂടി പോകട്ടാ. നീ അത് വിചാരിച്ചോ? നീ വിചാരിച്ചോ നിന്റെ നടയുടെ മാത്രമേ പോവുള്ളൂ എന്നാ? എനിക്കൊരു അവസരം കിട്ടും, ഞാൻ അതിന് വേണ്ടിയിട്ടാ. ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് കഞ്ഞുടിച്ചും എല്ലാവരും പറയും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരുണ്ട്. ഒരു തൊഴിൽ ഒരു പണി അറിയാത്ത കുറെ എണ്ണങ്ങള് ആണും പെണ്ണുമായിട്ട് യൂട്യൂബ് തുടങ്ങിയവരുണ്ട്. ഞാൻ എൻ്റെ അന്തസ്സായിട്ടൊരു തൊഴിലുണ്ട്, എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എന്താ പാടില്ലാത്തത്? പക്ഷെ ഞാൻ തുടങ്ങിയത് എന്താ പറയാ, നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവോന്ന്? അപ്പൊ കളിക്കാൻ എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത്. എൻ്റെ തൊഴിലില് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ എൻ്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഞാൻ ഡാൻസിനെ കുറിച്ചോ എൻ്റെ കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് നീ ഒന്ന് നോക്കണം കേട്ടാ. തുള്ളിക്കൊണ്ട് നടന്നാ പോരാ മറിമായത്തില്. നീ വലിയ ആർട്ടിസ്റ്റാണെന്ന നിന്റെ വിചാരം. ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ. അത് നീ ആദ്യം പഠിച്ചോ. ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട്. അതെന്താ നിനക്കില്ലാത്ത? അമ്മച്ചിയുടെ ഫ്രസ്ട്രേഷൻ എന്തെന്നാണ്? ഓടെ എത്തിയിട്ടില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. വയസ്സാം കാലമായി, ഇത്രയും വർഷമായി താൻ കലാമണ്ഡലം ചത്യഭാമ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നതല്ലാണ്ട് ഒരിടത്തും എത്തിയിട്ടില്ല. എന്നാൽ തന്നെക്കാളും പ്രായം കുറഞ്ഞവരെല്ലാവരും ഓരോ ഫീൽഡുകളിലും ഓരോ സീരിയലും അവിടെ ഇവിടെയൊക്കെ അഭിനയിച്ച് ജീവിതങ്ങൾ വച്ച പിടിച്ച് 10 ആളറിഞ്ഞ് ഫെയിമും നേടി ജന സപ്പോർട്ടും കിട്ടി പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു ശരാശരി കുശുമ്പും അസൂയും നിറഞ്ഞ് വീർപ്പുമുട്ടിയിരിക്കുന്ന ഒരു അമ്മച്ചിയുടെ രോദനം അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വയസ്സാം കാലത്ത് കാലന് പോലും വേണ്ടാണ്ട് കാലം പോലും വിളിക്കാണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി, അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവര് ദൈവമുണ്ട്, ദൈവത്തിന്റെ ഇതുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദൈവമുണ്ട്, പക്ഷെ ദൈവത്തിന് പോലും വേണ്ട. അപ്പോഴാണ് കാലത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കാലം നീ എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ കാലം പറഞ്ഞ് എനിക്കും വേണ്ടെന്ന്. അങ്ങനെയാണ് ഇത് ഇവിടെ ഇപ്പൊ ആർക്കും വേണ്ടാണ്ട് ഭൂമിയിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മച്ചി നിങ്ങളൊരു ചിങ്കം തന്നെ, കില്ലാടി മോള്. നിന്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളണാണ്, അഭിനയിച്ചു നടക്കണ. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കണം. വലിയ ആർട്ടിസ്റ്റായിട്ട് നിന്നെ എന്റെ ഉർവശി ശാരദാന്ന് ആരും വിളിക്കാത്ത വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ. അവരെ പേര് നിനക്ക് ഇടട്ടെ ഞാൻ എന്നാ? പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേരാ, നിന്റെ പേര് പോലും അല്ലല്ലോ മറിമായത്തിൽ. നിനക്ക് പറ്റിയ പേരെന്നെ, നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേരെ നിനക്ക് ഇട്ടേക്കണം. അവര് നിന്റെ കൂടെയുള്ളവര് നിനക്ക് ഇട്ടേക്കണ പേര് കേട്ടാ. എന്നെ പറഞ്ഞതിന്റെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിനെ ശരിക്കിട്ട് കിട്ടിയ. ഇപ്പൊ നിന്റെ ഭർത്താവിനെ ആ സീരിയലിൽ കാണാനില്ല. കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടാ. അതിനടി കിട്ടിയത് നിനക്ക് കേട്ടല്ല. ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറെ ദിവസമായി, ഇന്നാണ് അവസരം കിട്ടിയത് കേട്ടാ. ഇനി നീ എനിക്കെതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി ഇട്, അപ്പൊ ഞാൻ അതിന്റെ പുറകെ വരാം. ഓക്കെ, ശരി. 1 വർഷം ഇട്ടേനാണ് അമ്മച്ചി 1 വർഷം കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുന്നത്. അതിരിക്കട്ട്, അമ്മച്ചിയുടെ മെയിനാണ് പ്രാക്ക്. ഇനി വല്ല കൂടോത്രം ഉണ്ടോ എന്ന് ദൈവമേ. അമ്മച്ചി കിട്ടി ചൊറിഞ്ഞ അമ്മച്ചി കൂടോത്രവും ചെയ്ത് ശപിച്ച് ശാപമിട്ട് കസേരയിൽ ചാരി ഇരിക്കുകയാണ്. അറിയില്ല പണി കിട്ടുമെന്ന് ദൈവമേ. എന്തായാലും 2 കളിപ്പിച്ചുള്ള പരിപാടിയാണ്, നമുക്ക് നോക്കാം. 6 മാസം കഴിഞ്ഞ് എനിക്കും പണി കിട്ടിയാൽ, അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് എനിക്കും പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചു ഇത് അമ്മച്ചിയുടെ ശാപം അല്ലെങ്കിൽ അമ്മച്ചിയുടെ കൂടോത്രം. അത്രയേ ഉള്ളൂ, കൺഫേം. ഇനി അന്ന് 1 വർഷം മുന്നേ ഈ സ്നേഹയും
ശ്രീമാറും ഒക്കെ പറഞ്ഞ എന്താണെന്ന് കേൾക്കാം ഈ പറട്ട് തള്ളയെ പറ്റി. നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളൊരു നർത്തകിയാണ്. അപ്പോൾ ആരവിളിച്ചേട്ടന്റെ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ എന്റെ അഭിപ്രായം അന്ന് തന്നെ എന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആളാണ്. അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു. അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല. അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല. നോർമലി നമുക്കറിയാം, നമ്മള് മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ്. ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എത്രത്തോളം മാനസിക പീഡനം അവര് സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ദയവേത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത്, ഇത്തരം ജഡ്ജസിനെ ദയവേത് നിങ്ങൾ വിളിക്കരുത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല. ദയവേത് അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ രാമകൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കൊക്കെ മുമ്പേ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കലാഭവൻ ചേട്ടന്റെ അനിയൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു. അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണേട്ടൻ. അപ്പോ രാമകൃഷ്ണേട്ടനെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട്, ഈ വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത്? അവർക്ക് തന്നെയാണ്. കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 66 വയസ്സായി, എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നത്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നതും. പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായി ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു. സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത്രയും എനിക്ക് എതിർപ്പാണ് അവരോട്. കലാമണ്ഡലം സത്യഭാമേ ഇങ്ങനൊരു പറട്ടത്തള്ള ഇനി കേരളത്തിൽ ഉത്ഭവിക്കാതിരിക്കട്ടെ സുഹൃത്തുക്കളെ. ഇതൊക്കെ ഇടിമിന്നലും എല്ലാം മിസ് ചെയ്ത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഈ തള്ളയുടെ ഒരു ഉളുപ്പേ വയസ്സാം കാലത്ത്. നാളെ ഇനി എന്നെ എടുത്തിട്ട് പൊങ്കാലിടുമെന്ന്. ദൈവമേ, നമുക്കില്ലേ കപ്പാസിറ്റി നിങ്ങളുടെ ഈ തെറിവിളി താങ്ങാൻ? പിന്നെ അങ്ങോട്ട് തെറിവിളിക്കാൻ താല്പര്യമില്ല. ഒഴി കാലം നീട്ടിയിരിക്കണതിന് ഞാൻ വിളിച്ചിട്ട് ഞാൻ എന്തിന് ആ ശാപം കൂടി പിടിച്ചു ഞാൻ ചോദിക്കാം. എന്തായാലും അമ്മച്ചി ശപിക്കല്ലേ പ്ലീസ്, എനിക്ക് വയ്യ. അമ്മച്ചി ശപിച്ച് എല്ലാവരും നശിക്കുന്നു, എന്നെ ശപിക്കരുത് പ്ലീസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ കൊണ്ട് എപ്പോൾ തിരുവിടെ ഇടണം.